ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഹോബിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 2 തരത്തിലുള്ള ഹോബികളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഹോബീസാണ് കേട്ടോ. ഒന്ന് ഗാർഡനിങ്ങും അതുപോലെ മറ്റൊന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറി വർക്കും ഒക്കെയാണ്. അപ്പോൾ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ തന്നെ പൂന്തോട്ട നിർമ്മാണം അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ട നിർമ്മാണം, ഇതൊക്കെയാണ് 2 തരത്തിലുള്ള ഗാർഡനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഓർമ്മ വരുന്നത്. അപ്പോൾ അവരെടുത്ത് ചോദിക്കാം, ഏത് തരത്തിലുള്ള ചെടികളാണ് നിങ്ങൾ ഗാർഡനിങ്ങിൽ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അത് പൂക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ പറയുക, അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും വിളവുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഗാർഡനിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുക. അപ്പോൾ അതിലവർ ചോദിക്കാം ഏതൊക്കെ ചെടികളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പേരുകൾ നോക്കി പോവുക. ഫ്ലവേഴ്സാണ് ചെയ്യുന്നവർ, അതിൻ്റെ പേരും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും. നിങ്ങൾക്ക് സയൻറ്റിഫിക് നെയിം അറിയാമെന്നുള്ള ചെടികളുടെ പേര് പറഞ്ഞാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എക്സ്ട്രാ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പോകുന്നതിന് മുൻപ് തന്നെ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അതുപോലെ പച്ചക്കറികളായിക്കോട്ടെ അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിം എന്താണ്, അതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പൂക്കളുടെ കാര്യത്തിലേക്ക് വരാം. പൂക്കളുടെ ആണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ കൃഷി എൻ്റെ പേരിൽ അറിയപ്പെടുന്നു, ഫ്ലോറികൾച്ചർ. അപ്പോൾ ആ ഒരു രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പരിപാലനം ചെയ്യുന്ന ആ ഒരു പൂക്കൃഷിക്ക് ആവശ്യമായ ക്ലൈമറ്റ് എങ്ങനത്തെ ക്ലൈമറ്റാണ്, ടെമ്പറേച്ചറൊക്കെ എത്ര വേണ്ടി വരും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞാൽ മതിയാകും. ഏത് ക്ലൈമറ്റിലാണോ ആ ചെടി വളരുന്നത് അതിനാവശ്യമായിട്ടുള്ള ഒരു ചൂടൊക്കെ പറഞ്ഞാൽ മതിയായിരിക്കും, ടെമ്പറേച്ചറൊക്കെ പറഞ്ഞാൽ മതിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചെടിയിൽ തന്നെ വിവിധ വെറൈറ്റീസ് ഏതൊക്കെയാണ്. ഇപ്പോൾ റോസയാണെങ്കിൽ പലതരം കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കളറാണ്, പിന്നെ ബഡ്ഡിങ് എന്താണെന്ന് ചോദിക്കാം, ലെയറിങ് എന്താണ്, ഗ്രാഫ്റ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് നമ്മുടെ 5ാം ക്ലാസ്സിലെയൊക്കെ SCERT-യിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ പറഞ്ഞേക്കുന്ന ചെടികളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവരെന്താണ് പരാഗണത്തെ പറ്റി ചോദിച്ചേക്കാം. ഒരു സയൻസ് ടീച്ചറാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഈ ഹോബിയായിട്ട് എഴുതുന്ന കാര്യമേ ചോദിക്കില്ല. എന്നാലും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമായ വളം എന്താണ്, ഏത് തരം മണ്ണിലാണത് വളരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. ഇനി അതുപോലെ തന്നെ പച്ചക്കറി തോട്ടമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ പച്ചക്കറികളാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വളം എന്തൊക്കെയാണ്, ജൈവവളമാണോ രാസവളമാണോ ഉപയോഗിക്കുന്നത്, ഏതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജൈവവളം തന്നെയാണ് പച്ചക്കറികൾക്കൊക്കെ നല്ലത് എന്ന് പറയുക. പിന്നെ അതിൻ്റെ രാസവളങ്ങളുടെ കുറച്ച് ദൂഷ്യങ്ങളൂടെ നോക്കി പോവുക. ജൈവവളങ്ങളുടെ ഗുണങ്ങളും കൂടി നോക്കുക. അതുപോലെ കീടനിയന്ത്രണം, ഏത് തരത്തിലുള്ള കീടനിയന്ത്രണങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ടെറസിലാണോ മണ്ണിലാണോ തറയിലാണോ നടുന്നത് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ് എന്ന് ചോദിക്കാം. പിന്നെ എത്ര വർഷമായിട്ടത് ചെയ്യുന്നുണ്ട്, ദിവസവും എത്ര മണിക്കൂർ ചെടികൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ നോക്കി പോവുക. ഇപ്പോൾ നമ്മുടെ വെണ്ടയാണെന്നുണ്ടെങ്കിൽ സൽകീർത്തി, കിരൺ, ഇതൊക്കെ നോക്കിയിട്ട് പോവുക. അങ്ങനെ വിവിധ, ഇപ്പോൾ നെൽകൃഷി ആരും ചെയ്യുന്നുണ്ടാവില്ല, വീട്ടിൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ടെറസിലൊക്കെ നെൽകൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും പറയുക കേട്ടോ. നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നെല്ലൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് നിങ്ങൾ ഏതൊക്കെ ഇനങ്ങളാണെന്ന് നോക്കുക. പിന്നെ ഓരോ ഗവേഷണ കേന്ദ്രങ്ങളും കൂടി ജസ്റ്റ് നോക്കി പോവുക കേട്ടോ. അപ്പോൾ നാളികേര ഗവേഷണ കേന്ദ്രം, കുരുമുളക് ഗവേഷണ കേന്ദ്രം, പന്നിയൂർ, കശുവണ്ടി ഗവേഷണ കേന്ദ്രം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഗവേഷണ കേന്ദ്രങ്ങളും കൂടി ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യം. ഇനി ഇതിനെല്ലാം ഉപരി അവർ ചോദിക്കുന്നത് നമുക്കെങ്ങനെ സ്കൂൾ കുട്ടികളിൽ ഈ ഒരു കൃഷിയോടുള്ള താല്പര്യം വളർത്തിയെടുക്കാം എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചുമതല ടീച്ചറിനെ ഏൽപ്പിച്ചാൽ ടീച്ചർ ചെയ്യാൻ റെഡിയാണോ, വില്ലിംഗ് ആണോ എന്ന് ചോദിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുമെന്ന് ചോദിക്കാം. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ പാഠഭാഗത്തിൻ്റെ പാഠത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ ഇപ്പോൾ സ്കൂളുകളിലുണ്ട്. അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ പരിപാലനം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോവുക.
പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉച്ചഭക്ഷണത്തിന് വേണ്ടി എടുക്കാൻ തികയുമോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മുൻപ് ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൂടെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മുൻപ് ഇൻ്റർവ്യൂവിന് ചോദിച്ചിരുന്നതായി കേട്ടു. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് നോക്കി പോവുക. ഇനി ഇതിലെല്ലാം നമ്മൾ നോക്കി പോകേണ്ട മറ്റൊരു കാര്യം, ഇനി ഒരു മാത്തമാറ്റിക്സ് ടീച്ചറാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ ആൾ ചോദിക്കുന്നത്, ടീച്ചറെ ഇപ്പോൾ ഗാർഡനിങ് നടത്തുവാണെന്ന് പറഞ്ഞു, അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വേണം, അതിനൊരു വിസ്തീർണം വേണം. അങ്ങനെയാണെങ്കിൽ ആ വിസ്തീർണം എന്ന കോൺസെപ്റ്റ് എങ്ങനെ കുട്ടികളിലേക്ക് ഇത് ഉപയോഗിച്ചെത്തിക്കാം എന്ന് ചോദിക്കാം, അല്ലേ? അവിടെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന ചോദ്യങ്ങൾ വരുന്നത്. അവിടെ ഇരിക്കുന്ന ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉറപ്പായിട്ടും ടീച്ചർ ഒരു കൃഷിയിടമെന്നോ പച്ചക്കറിത്തോട്ടമെന്നോ പറയുമ്പോൾ ടീച്ചർ എന്താണ് ഉറപ്പായിട്ടും പോകുന്നൊരു മേഖല, അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചുറ്റളവാണെങ്കിൽ നമുക്ക് വേലി കെട്ടുന്ന കാര്യവും, ഇനിയിപ്പോൾ അതിൻ്റെ വിസ്തീർണമാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം ആ ഒരു പുരയിടത്തിൽ മൊത്തം നമ്മൾ മണ്ണിട്ട് പൊക്കുവാണ്. അപ്പോൾ മണ്ണിട്ട് പൊക്കുമ്പോൾ അതിൻ്റെ വിസ്തീർണമാണ് പറയുന്നത്, പരപ്പളവാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു ഫലിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. പ്രധാനമായിട്ടും സയൻറ്റിഫിക് നെയിമൊക്കെ നോക്കുക. പിന്നെ ഏകദേശം എല്ലാവരും ഈ പച്ചക്കറിത്തോട്ടമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ചിലരോട് ഇതിനെപ്പറ്റി ചോദിച്ചു, എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ വാഴക്കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വിവിധ ഇനം വാഴകളുടെ പേരുകളൊക്കെ നോക്കി പോവുക. പിന്നെ ഇവരെ ബാധിക്കുന്ന രോഗങ്ങളും കൂടി നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഫംഗസ് ആണോ, വൈറസ് ആണോ, ബാക്ടീരിയൽ രോഗങ്ങളാണോ ഇതിനെയൊക്കെ ബാധിക്കുന്നത്? ഈ വലിയ വലിയ കൃഷിയൊക്കെ ചെയ്യുന്നത് വാഴ, തെങ്ങ്, കവുക് ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്നവർ നോക്കിയിട്ട് പോവുക. ജസ്റ്റ് എന്തായാലും എല്ലാത്തിനെ കുറിച്ചൊന്നും ഒരു അവെയറായിട്ട് പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഡെപ്തിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചോദിച്ചാൽ പറയാൻ കഴിയണം. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെ പറയാം. ഇനി അടുത്തൊരു ഹോബിയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും, അല്ലേ? സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, അതോ പുറമെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ കുട്ടികളെ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു കൈത്തൊഴിലാണല്ലോ, അത് പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? സ്കൂളുകളിൽ ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചറിന് അതിനൊരു ചുമതല തന്നാൽ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാം. അതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർ വിവിധ തരം നൂലുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ കമ്പിളി നൂലുണ്ട്, അല്ലാതെ നമ്മൾ തയ്ക്കുന്ന നൂലുണ്ട്. അങ്ങനെ വിവിധ തരം നൂലുകൾ, ചായം മുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ഏറ്റവും റയറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പോൾ നൂലിൻ്റെ വില ചോദിക്കാം കേട്ടോ. നമ്മുടെ ഒരു നോർമൽ പീസ്, ഒരു നൂലിൻ്റെ വില എത്രയാണ് എന്ന് ചോദിക്കാം. 5 രൂപ എങ്ങാനാണെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് അടുത്തുള്ള ഷോപ്പിലൊക്കെ ഒന്ന് തിരക്കി നോക്കുക കേട്ടോ. അപ്പോൾ നോർമൽ പീസ് നൂലിൻ്റെ വില എത്രയാണ്, സൂചിയുടെ വില എത്രയാണ്, അവിടെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ വളരെയധികം തുറന്ന മനസ്സോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന ഇൻ്റർവ്യൂ ബോർഡാണെങ്കിൽ ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ വലിയ കാര്യത്തിൽ എംബ്രോയ്ഡറി ഡിസൈനിങ്ങും ഇത് കണ്ടുപിടിച്ച ആളും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ നോക്കിയിട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ടീച്ചറെ ഇപ്പോൾ നിലവിൽ ഒരു കെട്ട നൂലിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഒരു സൂചിക്ക് എത്ര രൂപയാണ് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ മെഷീനാണോ യൂസ് ചെയ്യുന്നത്, അല്ലാതെ കൈത്തയ്യലാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ഗുണങ്ങൾ, അല്ലേ? മെഷീൻ്റെ ഗുണങ്ങൾ ചോദിച്ചിട്ട് പിന്നെ വേറൊരു രീതിക്ക് അങ്ങ് പോകാം. യന്ത്രങ്ങളുടെ കണ്ടെത്തലിലോട്ട് വേണമെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. കുട്ടികൾക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഹോബി സ്കൂൾ കുട്ടികളുമായി റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ്ങിനോട് താല്പര്യമുണ്ടായിരുന്നോ, എങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലോട്ട് തിരിയാതെ ടീച്ചിങ് എന്ന പ്രൊഫഷനിലോട്ട് വന്നത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ടീച്ചിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എംബ്രോയ്ഡറി വർക്ക്, സ്റ്റിച്ചിങ് ഒക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് തുണികൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. നമ്മൾ വേറെ തുണി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്യുന്നതാണോ അതോ അളവെടുത്ത് മെഷർമെൻറ്റിലൂടെ കട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരും, മെഷർമെൻറ്റ് വരും. നമ്മുടെ ആ ടേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ എത്ര സെൻറ്റിമീറ്ററാണ്, അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാനാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ വളരെ റെയറായിട്ട് നൂലിൻ്റെ വിലയും സൂചിയുടെ വിലയും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ്റെ പെഡലിൻ്റെ ചലനം എങ്ങനെയാണ്, ഏത് തരം ചലനത്തിലാണ് വരുന്നതെന്ന് ചോദിക്കാം. തയ്യൽ മെഷീൻ്റെ പെഡലുണ്ടല്ലോ, നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്നത് എങ്ങനെയാണ്, ദോലനമാണല്ലേ, ദോലനം. ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടുമാണ് ചലിക്കുന്നത്, അപ്പോൾ അത് ദോലനമാണ്. അതുപോലെ തയ്യൽ മെഷീൻ്റെ സൂചിയുടെ ചലനം ഏത് തരത്തിലുള്ള ചലനമാണെന്ന് ചോദിക്കാം. സൂചിയുടെ ചലനം ഏതാണ്, നേർരേഖാ ചലനമാണ് അല്ലേ, നേർരേഖയിലല്ലേ നമ്മൾ തയ്ച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം ചക്രത്തിൻ്റെ ചലനം എങ്ങനെയാണെന്ന് ചോദിക്കാം, അത് വർത്തുള ചലനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ചലനം എന്ന ടോപ്പിക്ക് വളരെ രസകരമായിട്ട് ചലനത്തിൻ്റെ വിവിധ തരം ചലനങ്ങൾ അല്ലേ, ദ്വാലനം, അതുപോലെ തന്നെ നേർരേഖാ ചലനം, വർത്തുള ചലനം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരൊറ്റ മെഷീൻ കൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യവും ഒക്കെ നോക്കി പോവുക. പിന്നെ ഏത് തരം തുണികളാണ് കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നത്, ഇപ്പോൾ കോട്ടൺ തുണിയാണോ നൈലോൺ ആണോ ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പോളിയസ്റ്റർ ആണോ ഇഷ്ടം, നമുക്ക് ഏത് തുണിയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട്, ഏത് തുണിയാണ് നമുക്ക് ധരിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ചായം മുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ മാത്രമേ അതിനെപ്പറ്റി എനിക്ക് പെട്ടെന്നൊരു ഓർമ്മയിൽ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആകും. അപ്പോൾ എന്ത് ഹോബി ആയാലും അതിനെപ്പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നോർമൽ ഒരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായി നോക്കി പോവുക. പിന്നെ എന്തൊക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരാം, സ്കൂളുമായി എങ്ങനെ കണക്ട് ചെയ്യാം, കുട്ടിയുമായി എങ്ങനെ കണക്ട് ചെയ്യാം, പാഠപുസ്തകവുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോഴും പറയുന്നു, വളരെ റയറായിട്ട് മാത്രമേ ഹോബിയിൽ നിന്നും ചോദിക്കുന്നുള്ളൂ. പിന്നെന്താണ്, ഹോബി വളരെ വ്യത്യസ്തമായ ഹോബികളൊക്കെ വെക്കുന്നവരോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പലർക്കും അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കാനും കഴിയുന്നില്ല. മിമിക്രിയൊക്കെ വെക്കുന്നവർക്ക് മിമിക്രിയിലൂടെ എങ്ങനെ പഠിപ്പിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു പോർഷൻ കൊടുത്തിട്ട് ഈ പോർഷൻ എങ്ങനെ മിമിക്രിയിലൂടെ പഠിപ്പിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, അവർക്ക് ആശയം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും ഇന്ന രീതിയിൽ പഠിപ്പിക്കാമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ടൊന്ന് നോക്കി പോവുക. അപ്പോൾ ഇതിനു മുൻപ് ഉള്ള ഹോബീസിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.